കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ തിരുവചന ധ്യാനത്തിൻ്റെ 32ാമത്തെ ദിവസം നാം എത്തി. ഇതിനോടകം 63 ക്ലാസ്സുകൾ കൃപയാൽ നിങ്ങൾക്ക് ലഭിക്കാനിടയായി. ശരീരത്തിന് കൊടിയ ക്ഷീണവും പ്രയാസവും ഒക്കെ മുട്ടിനും കാലിനും ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചതിൽ ഒരുപാട് വ്യത്യാസം എൻ്റെ ശരീരത്തിനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദി. എനിക്കറിയാം, നിഷ്കളങ്കമായി നിങ്ങൾ ഏവരും എനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഈ കഴിഞ്ഞ 32 ദിവസമായി ചിന്തിച്ചു വരുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ. ആ വാക്കിന് തന്നെ യഹോവ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ചില നിർണായകമായ പ്രതിസന്ധികളിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ആര് ശ്രമിച്ചാലും ചില സന്ദർഭങ്ങളിൽ ആ ആശ്വാസം പൂർണ്ണമായി വരികയില്ല. അതുകൊണ്ട് ഒരിക്കൽ അപ്പൊസ്തലനായ പൗലോസ് ഇങ്ങനെ പറയാനിടയായി. 2 കൊരിന്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാം വാക്യം. 2 Corinthians chapter 1 verse 4. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. തിരുവെഴുത്തിൽ നമ്മൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആശ്വാസം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ചില തെറ്റായ ഡിസിഷനുകൾ എടുക്കാൻ മനുഷ്യരെ നിർബന്ധിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവരുടെ പെയിൻ മനസ്സിലാക്കാൻ ആളുകളില്ല. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ മറ്റൊരാൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അഗ്നിപർവ്വതം ഒരുമിച്ച് പൊട്ടത്തില്ല. അതിൻ്റെ പ്രഷർ കൂടി 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 പുകഞ്ഞാണ് പൊട്ടിത്തെറിക്കുന്നത്. മരിക്കുന്നതിനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനോ അല്ലെ തെറ്റായൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഒക്കെ ആളുകൾ തയ്യാറാകുന്നത് സഡനായിട്ടല്ല. അവർക്ക് വഹിക്കാവുന്നതിലും സഹിക്കാവുന്നതിനും അപ്പുറത്ത് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇവിടെയാണ് നമുക്ക് പലരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമം നടത്തേണ്ടത്. നമ്മുടെ ലൈസ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്താൽ പറയുന്ന ഒരു വാക്ക് മതി ഒരു പക്ഷേ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ. ഞാൻ ചില വാക്കുകൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല പാസ്റ്റർ, ഇല്ല, കാണാൻ പറ്റുന്നില്ല. ചാറ്റ് സെക്ഷനിലാണോ ഇട്ടേ അതോ വേറെ എവിടെയെങ്കിലും? ചാറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്. കണ്ടില്ല. ഇല്ല, ഇട്ടിട്ടില്ല. കാണാൻ പാടില്ല. പാസ്റ്റർ ചാറ്റ് സെക്ഷനിൽ ഇട്ടാൽ എവ്രിവൺ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യണം. എവ്രിവണിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ആ ബ്ലൂ ആരോയിൽ പ്രസ് ചെയ്താലേ പോകത്തുള്ളൂ. ബ്ലൂ ആരോ, റൈറ്റ്? റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ ആരോ ഇല്ലേ? റൈറ്റ് സൈഡില് ബ്ലൂ ആരോ. ഇപ്പം
ചാറ്റ് സെക്ഷനിൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്തിട്ട് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, okay, we have another option. Nice. കാണാമോ നിങ്ങക്ക്? ഇപ്പൊ വന്നിട്ടുണ്ട്. കാണാം. 1 minute. Okay. Sorry. One minute. I will show this. നമ്മൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ കാരണം സമയത്ത് അവർക്കൊരാശ്വാസത്തിന്റെ വാക്കുകൾ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ചാറ്റ് ബോക്സിൽ? കാണാം സാറേ, കാണാം. ഓക്കെ. ഒരാള് അത് വായിക്കുക. ലൈസ, വായിക്കാമോ അത്? വായിക്കാം. യേശുവിന് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരു അവസരം നൽകൂ. 2, നിന്റെ സകല പ്രശ്നത്തിനും യേശു പരിഹാരം നൽകും. 3, ആത്മഹത്യ ചെയ്യരുത്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. 4, യേശു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. 5, നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. 6, നിന്റെ മനസാക്ഷിയിലെ പാപക്കറ യേശു നീക്കും. 7, എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു പുതുവഴി തുറക്കും. നെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നില്ല. അതിന്റെ തൊട്ട് താഴെയുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല പാസ്റ്ററെ. ഇല്ല. ഓക്കെ. ഞാൻ വായിക്കാം പാസ്റ്ററെ. ഓക്കെ, അന്നമ്മ ചെറിയാനാണല്ലേ? അതെ. മമ്മയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാം. ഓക്കെ, വെരി ഗുഡ്. വായിക്കട്ടെ. യെസ്. 8, പ്രതികൂലത്തിൽ യേശുവിനെ വിളിക്കൂ, അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. 9, നിനക്ക് താങ്ങാൻ കഴിയാത്തത് യേശുവിനെ ഏൽപ്പിക്കൂ. 10, നിന്നെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. 11, മനം തളർന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകും. 12, നിരാശ നിറഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കൂ, പ്രതീക്ഷയും സമാധാനവും അപ്പോൾ ലഭിക്കും. 13, നിനക്ക് ഒരു നല്ല ഭാവി തരുവാൻ യേശുവിന് കഴിയും. 14, തളർന്ന മനസ്സിനെ കണ്ട് മറികടന്ന് യേശു ഒരിക്കലും പോകില്ല. 15, ആരെക്കാളും നിന്നെ മനസ്സിലാക്കാൻ യേശുവിന് കഴിയും. ആമേൻ. ഇത്രയും വരെയാണ് വായിച്ചത് അല്ലേ? ഓക്കെ. അതെ, 15 വരെ. So, description. യാ, 16-ാമത്തെ നോക്കിക്കേ നിങ്ങൾ. കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടിയില്ലല്ലോ പാസ്റ്ററെ. ഇതിലേക്ക് നോക്കിയോ? എനിക്ക് കാണാം. നിന്നെ യേശു താങ്ങും. കാണാൻ പറ്റുന്നുണ്ട്. തകർന്ന നിന്നെ യേശു താങ്ങും. ഓക്കെ.
17 നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും. Amen. 18 ഓരോന്നും യേശു വായിക്കുമ്പോൾ ഉള്ളിൽ മ്യൂട്ട് ചെയ്തിരിക്കുന്നവരുള്ളിൽ ആമീൻ പറയാട്ടും. ഓക്കെ. യേശു വിളിച്ചാൽ ഒഴിഞ്ഞു മാറരുത്, അതിൽ ഒരു അനുഗ്രഹമുണ്ട്. 19 നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. 20 നിന്നെ അലട്ടുന്ന ഏതു വിഷയവും യേശുവിനോട് തുറന്നു പറയാം. 21 നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കി തരും. 20 നിന്നെ അലട്ടുന്ന ഏതു വിഷയവും യേശുവിനോട് തുറന്നു പറയാം. Amen. 21 നിന്റെ അസാധ്യങ്ങളെ യേശു സാധ്യമാക്കി തരും. 22 യേശുവിന്റെ അടുക്കൽ വരുന്ന നിന്നെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. 23 അസ്തമിച്ചു എന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിന് ഒരു പുതിയ ഉദയം തരുവാൻ യേശുവിന് കഴിയും. 24 യേശു ഒരിക്കലും നിന്നെ മറക്കില്ല. 25 സ്വയം ശപിക്കരുത്, നിന്നെ അനുഗ്രഹിപ്പാൻ യേശു മതിയായവൻ. 26 നിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ നൊമ്പരം യേശുവിന് അറിയാം. 27 യേശുവിന് നീ എത്രയും വിലപ്പെട്ടതാണ്. 28 നിന്റെ മനസ്സ് യേശു ഒരിക്കലും മുറിക്കില്ല, തന്റെ മുറിവുകൾ നിന്റെ ഏതു മുറിവുകളെയും സൗഖ്യമാക്കും. 29 എന്നെ ആർക്കും വേണ്ട എന്ന് തോന്നുന്നുവോ, തീർച്ചയായും നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. 30 യേശു ഒരിക്കലും നിന്നെ വഴിമധ്യേ ഉപേക്ഷിക്കില്ല. 31 യേശു ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. 32 നിന്റെ വഴികളെ യേശു ക്രമപ്പെടുത്തും. 33 പ്രശ്നം ജീവിതത്തിൽ വന്ന് മുട്ടുമ്പോൾ ആ വാതിൽ തുറക്കാൻ നീ യേശുവിനെ വിളിക്കൂ, അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും. 34 നിന്റെ നഷ്ടങ്ങൾ യേശു ലാഭമാക്കി തരും. 35 യേശുവിന്റെ രക്തം നിന്നെ നീതിമാനാക്കും. 36 നിന്റെ ഏതു പ്രശ്നത്തിന്റെയും നടുവിൽ യേശു ഇടനിൽക്കും. 37 നീ യേശുവിന് വേണ്ടി ജീവിക്കാനാണ് അവൻ നിനക്കു വേണ്ടി മരിച്ചത്. 38 യേശുവിന് നിന്നെ മടക്കി വരുത്തുവാൻ കഴിയും. 39 യേശു സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. 40 നിനക്ക് നിത്യജീവൻ നൽകുവാനാണ് യേശു നിനക്കു വേണ്ടി മരിച്ചത്. 41 നീ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവങ്കൽ നിന്ന് ലഭിക്കും. 42 യേശു തരുന്ന സമാധാനം നിത്യമാണ്, അത് എടുത്തു കളവാൻ ആർക്കും കഴിയില്ല. 43 യഥാർത്ഥ സ്നേഹത്തിന്റെ ആഴം ക്രൂശിലെ കാണാൻ കഴിയൂ. 44 ലോകം നിന്നെ തള്ളുമ്പോൾ നീ വീഴുന്നത് യേശുവിന്റെ കരത്തിലാണ്. 45 നിന്റെ തകർച്ചയെ യേശു ഉയർച്ചയാക്കി മാറ്റും. 46 നീ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. 47 യേശു മരിക്കാൻ കാരണം നിന്റെ പാപമാണ്. 48 നിന്നെ കുറിച്ച് യേശുവിന് ഒരു പദ്ധതിയുണ്ട്. 49 നിനക്ക് വേണ്ടതെല്ലാം യേശുവിന്റെ കരത്തിലുണ്ട്.
ആമേൻ. 50 യേശുവിന്റെ കൃപ നിന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റും. ആമേൻ. 51 വിഷമിക്കേണ്ട, യേശു നിന്നെ സഹായിക്കും. ആമേൻ. ആമേൻ. സ്തോത്രം. നിങ്ങളെ തകർന്ന മനസ്സിന് പ്രതീക്ഷയുടെ 51 സന്ദേശങ്ങൾ എന്ന് പറഞ്ഞ് ആ സന്ദേശങ്ങൾ മുഴുവൻ ഒരു ട്രാക്റ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഡിഷനിൽ അയച്ചിരിക്കുന്നത്. ഇതിന്റെ മലയാളം കോപ്പിയുണ്ട്. നിങ്ങളുടെ മെയിൽ ID അയച്ചാൽ മലയാളത്തിന്റെ കോപ്പി ആവശ്യമുള്ളവർക്കും അത് പിന്നീട് നിങ്ങൾക്ക് ചെയ്ത് അയച്ചു തരാം. നെഹമ്യാവ് എന്ന വാക്കിന് യഹോവ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ്. ദൈവത്തിന്റെ ആശ്വാസമാണ് പെർമനന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായി നമ്മളിൽ എല്ലാവരിലും സ്നേഹവും സൗഹൃദവും വർദ്ധിക്കുമ്പോൾ ആശ്രയം വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മളെ വിശ്വാസ ജീവിതം ദൈവം പഠിപ്പിക്കുമ്പോൾ ഓരോ സമയത്തും നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ആശ്വാസത്തിന്, സ്വസ്ഥതയ്ക്കായി ലൈഫ് ടൈം ഒരാളെ അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു സീസണിൽ ചിലരെ ദൈവം ഉപയോഗിച്ചത് വരും, മറ്റൊരു സീസണിൽ അവർ കണ്ടെന്ന് വരത്തില്ല. കാരണം എപ്പോഴും ദൈവം നമ്മെ ഡയറക്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആശ്രയം മനുഷ്യരിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം തളരാനിടയായിത്തീരും. നാം പ്രതീക്ഷിക്കുന്ന പലതും നാം ആശ്രയം വെച്ചിരിക്കുന്നവരിൽ നിന്ന് ലഭ്യമാകാതെ വരുമ്പോൾ നമുക്ക് നമ്മളോട് പല ചോദ്യങ്ങളുണ്ടാവും, പിറുവിറുപ്പുണ്ടാകും. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമാണ്, കർത്താവേ, അങ്ങയുടെ ഹിതമില്ലാത്ത ആരുമായും സഹകരിപ്പാൻ എനിക്കിടവരരുത്. 2, അങ്ങേക്ക് ഹിതമില്ലാത്ത ഒരു പെനി പോലും എൻ്റെ കയ്യിൽ വരാൻ ഇടവരരുത്. 3, അങ്ങേക്ക് പ്ലാനും പദ്ധതിയില്ലാത്ത ഒരു സ്ഥലത്തും യാത്ര ചെയ്യാൻ, ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാനോ എനിക്ക് ഇടവരരുത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്ക് കുറെ പ്രോഗ്രാമും കുറെ പണവും കുറെ അവസരവും കുറെ ബന്ധങ്ങളും അല്ല ആവശ്യം. എനിക്ക് അനേകം ആളുകളെ പരിചയമുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരെ വളരെ പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരും ആത്മഭാരമുള്ളവരുമാണ്. നമ്മളെപ്പോഴും ഇത് നമ്മൾ തിരിച്ചറിയണം. ഫോക്കസ് ചെയ്യേണ്ട സ്ഥലം ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്. ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകൃതമായുള്ള ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൗലോസ് പറഞ്ഞ വാക്ക് നമ്മൾ വായിച്ചല്ലോ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം നമ്മൾ വായിച്ചല്ലോ. എന്താണ് വായിച്ചത്? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. വായിച്ചാട്ടെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു മൊബൈൽ പോലെ ഒരു ബോക്സ് എന്തായാലും ഇവിടെ കൊണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു ഈ മേശപ്പുറത്ത്. അതെടുത്ത് എവിടെ സൂക്ഷിച്ചു. സോറി, പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ മാതാവ് ഒത്തിരി പ്രായം ചെന്ന ഒരാളാണ്, മരിച്ചുപോയി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്
ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. നോക്കിക്കേ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ഈ ചില പെയിൻ ചില ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാം. നിങ്ങളുടെ വിഷൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ഒരു വിഷൻ ഷെയർ ചെയ്യുമ്പോൾ ആ വിഷനുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകുന്ന വിഷൻ അല്ല മറ്റൊരാളുടേതെങ്കിൽ അവർ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വരും, വിമർശിച്ചെന്ന് വരും, അവര് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ചെന്ന് വരും. ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, ഈവൻ നെഹമ്യാവ് പുറപ്പെട്ടപ്പോൾ തന്നെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ വിഷൻ റിസീവ് ചെയ്ത ആളും വിഷൻ കൊടുത്ത ആളും തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ടായതുകൊണ്ടാണ് പ്രതികൂലത്തിന്റെ നടുവിൽ ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞ കാര്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമ്പോൾ സമാനമായ കാഴ്ചപ്പാടുകൾ അല്ലാത്ത ഒരാളിനോടാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. എല്ലാ സാക്ഷ്യവും എല്ലാ സ്ഥലത്തും പറയാനുള്ളതല്ല. ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങളെ ഗ്രഹിപ്പിച്ചതുമായ കാര്യങ്ങൾ കാണും. അത് നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ നിലകളിൽ ദൈവം അത് തന്നെന്ന് വരും. ഇത് ഏതാണ്ട് ഒരു 30 വർഷം പഴക്കമുള്ള ഒരു ഓർമ്മയിലൊരു ഡയറിയാണ്. 1 മിനിറ്റ്. ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുള്ളവരുണ്ടോ ഇനി? റൈറ്റ്, എനിബഡി? ഫസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യട്ടെ. ഒരാളെ കോഹോസ്റ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് ആ ആൾക്ക് മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്യാം, ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോ. തന്നെ ചെയ്തു. അത് ഫാസ്റ്റർ ആക്കണം. ഹോസ്റ്റ് ആയ ആളാണ് ഒരാളെ കോഹോസ്റ്റ് ആക്കണം. ഓക്കെ, ഞാനിപ്പോ തൽക്കാലം മ്യൂട്ട് ചെയ്യാം. നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏതാണ്ട് 31 വർഷം പഴക്കമുള്ള ഒരു ഡയറിയായിരുന്നു. ഈ ഡയറിക്കകത്ത് ദൈവം സംസാരിച്ച അല്ലെങ്കിൽ എന്നോട് ഇടപെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു. ഇത് പരസ്യമായി പ്രസംഗിക്കാൻ വേണ്ടിയുള്ളതല്ല. പേഴ്സണലി ദൈവമായിട്ട് എനിക്കുണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ നീണ്ട ദിവസത്തെ പ്രാർത്ഥന വചനധ്യാനം നടക്കുകയാണല്ലോ. അപ്പോൾ ഈ വചനധ്യാനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ കഴിവതും എൻ്റെ മിഷണറി ഓർമ്മകളിൽ നിന്ന് പങ്കുവെക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ കൂടുതലും നടത്തി വരുന്നത്. കാരണം തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉപവസിക്കുവാൻ താല്പര്യം ഉള്ളപ്പോൾ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഒരുമിച്ചാണ് പാർക്കുന്നത് എങ്കിൽ ഷെയർ ചെയ്യണം. എനിക്കൊന്ന് ഫാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പരസ്പര സമ്മതത്തോട് ചെയ്താൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടാകാതെ നിങ്ങൾക്ക് ആ ഫാസ്റ്റിംഗ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കുടുംബസ്ഥരായവർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കയറുമ്പോൾ അന്നത്തെ ദിവസം ഉപവസിക്കുന്നുവെങ്കിൽ ആ സമയം മാക്സിമം നിങ്ങൾ ദൈവത്തിന് തന്നെ കൊടുക്കണം, ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, കുറച്ച് ചൂടുവെള്ളവും തിളപ്പിച്ച് നിങ്ങൾ മുറിക്കകത്തോട്ടം കയറി നിങ്ങളുടെ സമയം അത് നിങ്ങൾക്ക് തന്നെ ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. മോശ കൂടെ കൂടെ പർവ്വതത്തിൽ നിന്ന് പാളയത്തിൽ വന്നൊന്നുമില്ല. വിളിച്ചു കയറ്റിയിരുത്തി അഗ്നിപ്രമാണവുമായിട്ടാണ് താൻ തിരിച്ചിറങ്ങി വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം.
കർത്താവ് തന്നെ ആദ്യം വിളിച്ചത് ഭൂതം പുറത്താക്കാനും പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഒന്നും അല്ല വിളിച്ചത്. കർത്താവ് ആദ്യം വിളിച്ചത്, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, അതെ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. മർക്കോസ് നിങ്ങളൊന്ന് വേണേ എടുത്ത് നോക്കിയ റെഫറൻസ്. ആദ്യം കൂടെ ഇരിക്കുക എന്നുള്ളതാണ്, ഒന്നിച്ച് കർത്താവിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് തന്നോടുകൂടെ ഇരിപ്പാൻ, 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ എന്തെഴുതിയിരിക്കുന്നു? തന്നോടുകൂടെ ഇരിപ്പാനും 15 വരെ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായോ? എന്താ? നിങ്ങളെ ബോധിച്ചു അല്ലേ? യെസ്, നിങ്ങളെ ബോധിച്ചിട്ടാണ് കർത്താവ് വിളിച്ചത്. എന്റെ ചോദ്യം, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്ക് പിന്നെ ഇഷ്ടപ്പെട്ടില്ല? എന്നാ പ്രശ്നം? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാനിടയായി തീർന്നു, കിങ് ഓഫ് കിങ്ങിന്റെ പാർട്ട്ണറായിട്ടാണ് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ആമേൻ. ഓ, പ്രൈസ് ഗോഡ്. നിങ്ങൾ ആരുടെ പാർട്ട്ണറാണ്? പൗലോസ് പറഞ്ഞു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് വെള്ളം ഒഴിച്ചു, കർത്താവ് വളരുമാറാക്കി. പ്രൈസ് ഗോഡ്. മിനിസ്ട്രി ഷാജി മാത്യുവിന്റെയോ അല്ലെ എൽസായുടെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയോ അല്ല. കർത്താവ് പറഞ്ഞത് എന്താണ്? എന്റെ രാജ്യം വരണേ എന്നല്ല പറഞ്ഞത്, നിന്റെ രാജ്യം, ദൈ കിങ്ഡം കം. ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വർക്കേഴ്സാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൽ സന്തോഷമുള്ളവരായിരിക്കണം. ആദ്യം കർത്താവിന്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് നമ്മൾ കൂടെ ഇരിക്കുക, ദൈവമായി സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് തിരിച്ചു വരാം. പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. നേരത്തെ നമ്മൾ 51 സന്ദേശങ്ങൾ നിങ്ങൾ കേൾപ്പാനിടയായി. ആ 51 സന്ദേശങ്ങൾ എന്ന് പറയുന്നത് 51 സർമന്റെ ഹെഡ്ലൈൻ ആണ്. ആ 51 സന്ദേശങ്ങളുടെ മുഴുവനായിട്ടുള്ള ഒരു 1.25 മണിക്കൂറിന്റെ സർമൺ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹീലിംഗ് കിട്ടുന്ന ഒരു സർമണാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് സമയമുണ്ടെങ്കിൽ അത് കേൾക്കണം. സ്തോത്രം. തളർന്ന മനസ്സിന് പ്രതീക്ഷയുടെ 51 സന്ദേശങ്ങൾ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു അല്ലാതെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്ന് ഇനിയുള്ള നാൾ ആത്മാക്കൾക്കായി കരഞ്ഞിടുക കൈപ്പോട് നാം എന്ന് പറഞ്ഞ് ഒരു റിംഗ് ടോൺ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ വർഷം ഇത് ഇനി നമുക്ക് 23 ഡേയ്സും കൂടെ നമ്മുടെ മുന്നിൽ ഉള്ളൂ. ഒരു ആത്മഭാരമുള്ള, ഒരു ഫുൾ നിറഞ്ഞു കവിയുന്ന ആത്മഭാരമുള്ള ഒരു ഹൃദയം, ആമേൻ, നിങ്ങൾ ഒരുക്കിയെടുക്കണം. ആത്മഭാരമുള്ള ഹൃദയമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ട്യൂൺ ചെയ്തെടുക്കാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും സോൾ വിന്നിങ്ങിനെ കുറിച്ച് തന്നെ കണ്ടിന്യൂ ആയിരിക്കാൻ യെസ് യൂട്യൂബിൽ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരാം. ജസ്റ്റ് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഐ വിൽ സെൻഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം. സങ്കീർത്തനം 56:8 നമ്മൾ ഇങ്ങനെ കാണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഇല്ലയോ. പ്രൈസ് ഗോഡ്. നോക്കുക, പൗലോസിന്റെ മിനിസ്ട്രിയിൽ നമ്മൾ കാണുന്നത് എപ്പോഴും കരയുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ് എന്നാണ് എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 19 ഒന്ന് വായിച്ചേ. പ്രൈസ് ഗോഡ്. അതിന്റെ 17, 18, 19 വാക്യങ്ങളിലേക്കൊന്ന് വായിച്ചാട്ടെ. യേശു അവളോട്, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം മിലേത്തോസിൽ നിന്ന് 17-ാം വാക്യം മുതൽ. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ചു.
ആ. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ആ. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ആ. അവൻ അവരോട് പറഞ്ഞത്, ആ. ഞാൻ ആസ്തിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. 19-ാം വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ വരയിടേണ്ട ഭാഗ്യമുണ്ട്. എങ്ങനെയാണ് താൻ ഗോസ്പൽ ഷെയർ ചെയ്തത്, ദൈവവചനം പഠിപ്പിച്ചത്? കടിച്ചു കീറിയാണോ? പൊങ്ങച്ചത്തിലാണോ? വീരവാദ പ്രഖ്യാപനങ്ങളാണോ? അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, സ്നേഹത്തിന്റെ ശബ്ദമില്ലാതെയാണോ? ഒരാളോട് കരഞ്ഞും കൊണ്ടൊരു കാര്യം പറയുമ്പോൾ 2 കാര്യം നടക്കും. പെട്ടെന്ന് നമ്മുടെ മനസ്സെന്ത് ചെയ്യും? ഉടഞ്ഞു പോകും. അവർ കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ നമ്മൾ ചെവി കൊടുക്കും. കാരണം ഒരാളുടെ ഹൃദയത്തിന് വേദന വരുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. ആ കരച്ചിലിന്റെ കാര്യം കേൾക്കുമ്പം അഭിനയമുണ്ട് കേട്ടോ. പറയാം. ഞങ്ങളെ പിച്ചർനാളയിലായിരുന്നപ്പോൾ, മിഡിലാൻഡ്മാനിലിരുന്നപ്പോൾ, അവിടെ ആ ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ഞങ്ങൾ ചർച്ചയിലുള്ള സഹോദരങ്ങളെല്ലാം ചേർന്ന് അവിടെ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരേ ട്യൂണിൽ ഒരു ടീം ഫുൾ ഇരുന്ന് കരയുകയാണ്. ഒരേ ട്യൂണിലായിരുന്നു കരയുന്നത്. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ചർച്ചിലുള്ള സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു, എൻ്റെ യോസഫച്ച, എങ്കിലും ആ വീട്ടുകാരോടുള്ള എന്തോ ഒരു സ്നേഹമായി ഒരുപോലെ ഇരുന്ന് ഇങ്ങനെ കരയാൻ എങ്ങനെ കഴിയുന്നു? അപ്പൊ എന്നോട് പറയാ, പാസ്റ്ററെ ഭയങ്കര ചാർജായി ഇവർക്ക്. കല്യാണത്തിന് കരയാൻ വരുന്ന ടീമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ട്രൈബൽസിന്റെ ഇടയിൽ അങ്ങനെ ഒരു ടീമാണ്. എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വേർപാട് നടന്ന വീട്ടുകാർ കരയണ്ട. ഇവിടെ നമ്മൾ കല്യാണത്തിനും കൺവെൻഷനും പിന്നെ ഫ്യൂണറൽ സർവീസിനും ഒക്കെ പാട്ടുകാരെ വിളിക്കുമല്ലോ, അവർ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തോളൂ എന്ന് പറയുന്ന പോലെ മരണവീട്ടിൽ കരയാനും ഇപ്പോൾ ടീമുണ്ട്. നമ്മുടെ നാട്ടിൽ അത് അത്ര പ്രസിദ്ധമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ കരച്ചിലല്ല ഇവിടെ പറയുന്നത്. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ? നിങ്ങൾ ഹിസ്കിയാവിന്റെ ജീവിതം പഠിച്ചിട്ടുണ്ടല്ലോ, 38-ാം അധ്യായ യെശയ്യാവില്. അവിടെ കാണുന്നത് ദൈവം പ്രവാചകനോട് അരുളി ചെയ്യുമ്പോൾ പറയുന്ന വാക്കുണ്ട്. എന്താണ്? നിനക്ക് ഈ ഭൂമിയിലുള്ള കാലാവധി തീരുകയാണ്. ഇനി നിനക്കുള്ള ടൈം എല്ലാം ഒന്ന് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. ഇത് പറഞ്ഞു വെച്ച ആള് പോയി. അത്ര എളുപ്പമൊന്നും അല്ല ഈ മെസ്സേജൊക്കെ പോയി പറയാന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് പ്രവാചകൻ ദൂത് പറഞ്ഞ് പൂന്തോട്ടത്തിൽ നിന്ന് അങ്ങ് വെളിയിൽ എത്തിയില്ല. അതിനു മുമ്പ് ഇൻസ്റ്റന്റ് ആൻസർ ഓഫ് ഹിസ് ടീയേഴ്സ്, ആ കണ്ണുനീരിന് ഇൻസ്റ്റന്റ് ആയൊരു മറുപടി ഉണ്ടായി. എന്താ കാണുന്നത്? നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടതിന്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, നിന്റെ ആയുസിനോട് എക്സ്റ്റൻഷൻ. നമുക്കറിയാം, വിസ തീർന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിൽ വരേണ്ടി വരും. അതിനെന്ത് ചെയ്യും? അതിന് 2 ദിവസത്തിന് മുമ്പേ അപ്ലൈ ചെയ്ത് ബ്രിഡ്ജിങ്ങിലാക്കും. പിന്നെ ആളിനവിടെ നിൽക്കാം. പിന്നെ കിട്ടിയാലും കിട്ടിയില്ലേലും അതാകുന്ന വരെ ശാന്തിസേ വാരേ സക്തേ, അവിടെ കുഴപ്പമില്ല. ബ്രിഡ്ജിങ്ങിൽ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ അങ്ങനെയുണ്ട്. ഇവിടെ കണ്ണുനീരി എന്നപ്പോൾ കാര്യം ബ്രിഡ്ജിങ്ങിലായി. സ്തോത്രം. അതേ പ്രവാചകൻ ദൈവശബ്ദം വീണ്ടും പറയാ, നീ മടങ്ങിച്ചല്ലേ, നീ പറ, നിന്റെ ആയുസിനോട് ഞാൻ 15 വർഷം കൂടെ കൂട്ടിയിരിക്കുന്നു. പ്രവാചകൻ ദൈവത്തെ അനുസരിക്കുന്നോണ്ടല്ലേ തിരിച്ചുപോയി ആ മെസ്സേജ് പറഞ്ഞത്.
താൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ? കർത്താവെ, അത് ശരിയായില്ല. ചില പ്രവാചകന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പറഞ്ഞ ദൂത് നടന്നിരിക്കണം. ഒരാൾ വീട്ടിൽ മരിക്കുമെന്ന് പ്രവചിച്ചാൽ മരിച്ചിരിക്കണം, എന്നാലേ അടുത്ത പ്രോഗ്രാം കിട്ടത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ദൂത് എന്ത് ചെയ്തു? ഏറ്റു. സൗരങ്ങളെ, നെയ്മിനും ഫെയിമിനും ഒന്നും അല്ല മിനിസ്ട്രി, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ദൈവം തന്ന ശുശ്രൂഷ എപ്പോഴും നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കാൻ ഒരിക്കലും ദൈവത്തിന് പദ്ധതിയില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അധിക സമയം എടുക്കാതെ ഒരു നടപ്പാത ദൂരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വാക്ക് ഡിസ്റ്റൻസ് കാണുമായിരിക്കും. ഞാനതിന് സമയം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒറ്റയ്ക്ക് മുഖം ചുവരിനോട് തിരിച്ച് തൻ്റെ സഹധർമ്മിണിയെ ഒന്നും വിളിക്കാതെ, തൻ്റെ അരമനയിലുള്ള മന്ത്രിമാരെ വിളിക്കാതെ, പ്രൈവറ്റായിട്ട് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ അതിന് റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടായി. താൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അരികിൽ ഇരുന്നപ്പോൾ, എങ്ങനെയാണ് ലൈസ വായിച്ചാട്ടെ, വളരെ താഴ്മയോടെ. അടുത്തത് എന്താണ്? കണ്ണുനീരോടും കൂടെ. ഓഹ്, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നത് എങ്ങനെ വേണം? ദൈവത്തിന്റെ ഒരു പെയിനോടുകൂടെ ഷെയർ ചെയ്യും. ഞാൻ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് എവിടെ പോയാലും, ആരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ എൻ്റെ വേദപുസ്തകം മുഴുവൻ മിക്ക പേജുകളും കണ്ണുനീരുകൊണ്ട് കുതിർന്ന പേജുകളാണ്. കാരണം നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വചനങ്ങൾ നമ്മളോട് ഇടപെടും. നമ്മളോട് ഇടപെടുന്ന വചനങ്ങളാണ് ജനങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത്. അത് ഹൃദയസ്പർശിയായ വചനങ്ങളായിരിക്കും. ആ വചനങ്ങൾ കേൾവിക്കാരിൽ അസാധാരണമായ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നമ്മൾ നെഹമ്യാവിന്റെ പേരിനോടുള്ള ബന്ധത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ ആശ്വാസ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ദൈവം ആശ്വസിപ്പിച്ചാൽ ആ ആശ്വാസം ഒരാൾക്ക് മാത്രമല്ല അനുഭവമാകുന്നത്. ആ ആശ്വാസം കൊണ്ട് യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടത്. എക്യുപ്പൈ ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അതിനെ ഒരുക്കിയെടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ചോദ്യം, ആശ്വാസം ദൈവം ഒരാളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പെയിനിലൂടെ പോകുന്നു എന്നല്ലേ അതിനർത്ഥം? സ്ട്രഗിളിലൂടെ പോകുന്നു എന്നല്ലേ അതിനർത്ഥം? യെസ്. ദൈവം എന്തുകൊണ്ട് ഡയറക്റ്റ് ആശ്വസിപ്പിക്കുന്നു? മറ്റൊരാളിലുള്ള ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. സ്തോത്രം. നമുക്ക് ചിലരെ ആശ്വസിപ്പിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് സഹോദരൻ. കാരണം അതിന്റെ പെയിൻ പോട്ടമോനെ എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരു വിരുന്നിനായി ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ ഭവനത്തിൽ പോയത് ഓർക്കുന്നു. അപ്പോൾ അവിടുത്തെ അപ്പച്ചന്റെ ഭാര്യ മരിച്ചുപോയി. 90-ാമത്തെ വയസ്സിൽ അമ്മച്ചി മരിച്ചുപോയി. അപ്പച്ചന് 100 വയസ്സോളം ഉണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ മരണത്തിന്റെ ആൽബം ഇങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിലെ അപ്പച്ചനെ നോക്കുന്ന സഹോദരി തന്നു. അപ്പൊ ഞാനും വൈഫോട് ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പച്ചൻ എന്നോട് പറയണ്ടോ, രണ്ടുപേരോട് ഒരുമിച്ചിരിക്കണ്ട, രണ്ടുപേരും മാറിയിരിക്കെ. എന്നിട്ട് അപ്പച്ചൻ അല്പം ഡിപ്രഷനിലായിപ്പോയി. അപ്പച്ചൻ ഉടനെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുക, അയ്യോ എൻ്റെ ഭാര്യ മരിച്ചുപോയി, എൻ്റെ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുക. അപ്പൊ ഞാൻ അപ്പച്ചനോട് ഈ ആൽബം പിടിച്ചോണ്ട് പറഞ്ഞു, അപ്പച്ചാ സാരമില്ല, സ്വർഗത്തിൽ ചെന്ന അപ്പച്ചനെ കാണാമല്ലോ. അപ്പൊ അപ്പച്ചൻ കണ്ണു കുഴപ്പിച്ച് എന്നെ നോക്കിയിട്ട് പറയാം, ഡാ നിന്റെ നെഞ്ചത്ത് വരുമ്പോഴേ എനക്ക് അറിയത്തുള്ളൂ.
അപ്പൊ ചിലരുടെ വാക്കുകൾ വളരെ സീവിയർ പെയിൻ ഉള്ള വാക്കുകളാ. അവിടെ നമുക്ക് കംഫർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മരണത്തിലൂടെ കടന്നുപോയ കർത്താവിന്റെ വാക്കിനെ ആശ്വസിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്റെ പ്രത്യേകതയാ പറയുന്നത്. യാതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകേണ്ടത്. ഇന്നലകളിൽ ദൈവം നിങ്ങളെ വചനത്തിലൂടെ ആശ്വസിപ്പിച്ചെങ്കിൽ ഓർത്തോണം, നീ അനേകർക്കൊരു ആശ്വാസപുത്രിയായിരിക്കും. നീ അനേകർക്കൊരു ആശ്വാസപുത്രനായി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. ദാറ്റ്സ് എ അതോറിറ്റി. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന വചനം. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ആശ്വാസം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. ആ ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടത്. ഒരു കഷ്ടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ല, ഓരോ കഷ്ടങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കും. അതിന് തൊട്ടു താഴെ എന്തെഴുതിയിരിക്കുന്നു വായിച്ച ലീസ? പ്രൈസ് ഗോഡ്. ഓക്കെ, somebody can read. എന്താ എഴുതിയിരിക്കുന്നത്? യെസ്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? He can only understand better than anyone. ആരെക്കാളും മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഒക്കൂ. അപ്പൊ നമ്മളെ ഉണ്ടാക്കിയവനാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരിക്കൽ യാത്രയിൽ ഒരു മനുഷ്യന്റെ കാർ കേടായിപ്പോയി, ഫോർഡ് കാർ കേടായിപ്പോയി. ആ യാത്രയിൽ പല ആളുകളും ഇറങ്ങി അവരോട് സഹതാപം കാണിച്ച് നന്നാക്കാൻ നോക്കി, നന്നായില്ല. മുന്നോട്ട് പോകാൻ കഴിയാതെ താൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് അവിടെ നിർത്തി ചോദിച്ചു, എന്താ പറ്റിയത്? പറഞ്ഞു, കാറ് കേടായിപ്പോയി, സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും നോക്കാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, കാര്യം പലരും നോക്കിയിട്ട് പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കിയാലും ശരിയാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗ്യാരണ്ടി, ഞാൻ നോക്കാം, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. പല പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. വിത്തിൻ ഫ്യൂ മിനിറ്റ് അദ്ദേഹം അതിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു, അത് ശരിയായി സ്റ്റാർട്ടായി. അദ്ദേഹം പറഞ്ഞു, വണ്ടർഫുൾ, ഇത് പലരും നോക്കിയിട്ട് നടന്നില്ല, പക്ഷേ നീ നോക്കിയിട്ട് പെട്ടെന്ന് ഇത് സ്റ്റാർട്ടായി, എന്താ ഇതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാനാ ഇത് ഉണ്ടാക്കിയത്, എന്റെ പേരാണ് ഫോർഡ്, ഞാനാണ് ഈ കാർ ഉണ്ടാക്കിയത്. സഹോദരങ്ങളെ, പലരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോൾ പലരുടെയും വാക്കുകൾ വെറും വാക്കുകളായി മാറും. ഈയോ പറയുന്നുണ്ട്, നിങ്ങൾ വെറും ആശ്വാസപ്രദന്മാർ. സ്തോത്രം, നിങ്ങളുടെ വാക്കുകളിൽ കപടമുണ്ടല്ലോ. ഇവിടെ പോൾ പറയുന്നത് എന്താണ്? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം, ഞങ്ങൾ വേറൊരു തലത്തിലേക്ക് അപ്ഗ്രേഡഡ് ആകുകയാണ്. When God comforting, അപ്ഗ്രേഡിൽ ആയിട്ട് വരികയാണ്. ഏതിന്? മറ്റൊരു മിനിസ്ട്രി ഫോം ചെയ്യുന്നു എന്നല്ലേ അതിനർത്ഥം. ഹീലിംഗ് ദ ബ്രോക്കൺ ഹാർട്ട്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14-ാം അധ്യായം 1 മുതൽ അതിന്റെ 16-ാം അധ്യായം ഒടുവിൽ വരെയും നിങ്ങൾ കാണുക. 14, 15, 16 അധ്യായം. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എൻഡിങ്ങിൽ പറയുന്നത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കും. ഒരു വേദനയിൽ തുടങ്ങി ഒരാശ്വാസത്തിന്റെ ജയത്തിന്റെ പ്രോമിസിലാണ് ആ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ആ സന്ദേശം കർത്താവ് ആ 12 പേരെ മാത്രം വിളിച്ചിരുത്തി ഫൈനലി കൊടുക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ആണ്, ലാസ്റ്റ് ക്ലാസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. നോക്കുക,
അപ്പോൾ പൗൾ പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. രാത്രി 2 മണിക്കാണോ നിനക്ക് വേദന? ഹിസ് പ്രസൻസ് ഈസ് ദേർ. നിന്റെ ജോലി സ്ഥലത്താണോ നിന്റെ ബോസ് വന്ന് നിന്നെ ഫയർ ചെയ്തേച്ച് പോയത്? നീ മേശയുടെ മേൽ കൈയൊന്നും വെച്ച് ഇടിക്കണ്ട, കാരണം ക്യാമറ പുറകെ ഇരിപ്പുണ്ട്. ഹിഡൻ ക്യാമറാസ് കാണും. സർജിക്കലായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം റെഡിയാക്കി കൊടുക്കുമ്പോൾ, സർജറി നടക്കുമ്പം സർജൻ ആഗ്രഹിച്ച സാധനം കൊടുത്തില്ലേ, അവിടെ പ്രശ്നമായി. ഓരോ സെക്ഷനിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ അവിടെ ഒരിച്ചിരി ആബ്സെന്റ് ആയോ പ്രശ്നമായി. സന്തോഷത്തോടായിരിക്കും പോകുന്നത്, സങ്കടത്തോടായിരിക്കും തിരിച്ചു വരുന്നത്. ആ സങ്കടത്തോട് വരുമ്പം മേളിപ്പിടിച്ചോണം. കർത്താവേ, എന്റെ മിസ്റ്റേക്കിനായി സ്തോത്രം. വീഴ്ച വന്നാൽ ന്യായീകരിക്കാൻ പോരുത്. ഹൃദയം തുറന്ന് സോറി അങ്ങ് പറയണം. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതെ ഓറിയന്റേഷൻ തരുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. എസ്പെഷ്യലി പാശ്ചാത്യ നാടുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. അവരെത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. അയ്യോ, ഇനി നമ്മൾ ചോദിച്ചാൽ നാട്ടിലത്തെ രീതി വെച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ചോദിക്കേ, അവർ പറഞ്ഞേ. ഇവിടെ തന്നെ പരിശീലിപ്പിക്കുക. ദൈവത്തിന്റെ ആശ്വാസം കിട്ടുമ്പോൾ താൻ വേറൊരു മിനിസ്ട്രിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം? ലിസണേഴ്സ് കുറവാണെന്നുള്ളതാണ്. ഒന്ന് കേൾക്കാൻ ആളില്ല, ഒന്ന് ഇരുന്ന് കൊടുക്കാൻ ആളില്ല. വേദന പങ്കുവയ്ക്കാൻ മനസ്സുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഇവിടെ പറയുക, നിനക്ക് ആരുമില്ലയോ, ഡോണ്ട് വറി. 1 പത്രോസ് 5-7 പറയുന്നത് എന്താണ്? സ്തോത്രം, നിന്റെ ഭാരം അങ്ങോട്ട് കൊടുത്തേരെ. 55 സങ്കീർത്തനം 22 അത് തന്നെയാണ് പറയുന്നത്. കാസ്റ്റ് ഔട്ട് യുവർ ബർഡൻ അൺടു ഗോഡ്. അങ്ങോട്ട് കൊടുക്കും. ദൈവം ഭാരം എടുക്കാൻ തീരുമാനിച്ചാലും സെർട്ടൻ ടൈമിൽ നമ്മൾ ആമീൻ പറഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെയും പഴയ ചിന്ത വരും. എങ്കിലും ദൈവമേ, എങ്ങനെയാ കാര്യം? ചന്തയിൽ പോയൊരു അമ്മച്ചി സാധനം മേടിച്ച് തലച്ചുമടെ വരുമ്പോൾ അയൽവാസിയായ കാളവണ്ടിക്കാരൻ വരുന്നവരെ കണ്ട് അമ്മച്ചിയെ കണ്ടിട്ട് റാഹേൽ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി കാളവണ്ടി കയറിക്കോ, ഞാനും അങ്ങോട്ടാ. സ്തോത്രം. അമ്മച്ചിയെ ഒരു പരുവത്തിൽ കാളവണ്ടി കയറ്റി വെച്ചു. കുറെ നേരം മുന്നോട്ട് പോയപ്പോൾ റാഹേൽ അമ്മച്ചി സുഖമായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നു എന്ന് കാണാൻ നോക്കിയപ്പം അമ്മച്ചിയുടെ തലയിൽ ഇരിപ്പുണ്ട് എല്ലാ മലക്കറിക്കെട്ടും. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്നാത്തിനാ ഈ തലയിൽ ഇത് കെട്ടി വെച്ചോണ്ടിരിക്കുന്നത്? മോനെ, ഈ കാള തന്നെ ചുമന്ന എന്തോ ഒരു കഷ്ടമാത്, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുക കാളെ. പലപ്പോഴും ഇതാ നമ്മൾ ചെയ്യാറുള്ളത്, അല്ലേ? ദൈവം നമ്മുടെ ഭാരം എടുത്താലും ഉത്കണ്ഠ, ആൻസൈറ്റി നമ്മുടെ മനസ്സിനെ കയറി പിടിമുറുക്കും ചിലപ്പോൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവുമായിട്ട് തുറന്നു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണം. പങ്കുവെക്കേണ്ടടുത്ത് പങ്കുവെക്കണം. അപ്പോൾ ദൈവത്തിന്റെ ആശ്വാസം നിന്റെ പ്രാണനെ തണുപ്പിക്കും. ദൈവം നിന്നെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നീ സേഫായി, നീ സെക്യൂറായി, നീ പ്രൊട്ടക്റ്റഡായി, നിനക്ക് പരിപാലനമായി, നിനക്ക് സൂക്ഷിപ്പായി. നീ ദൈവത്തിന്റെ ഗ്രേസിന്റെ എൻവലപ്പിനുള്ളിൽ കയറി കഴിഞ്ഞു. ആമേൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് നമ്മൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് നോക്കുക, നമ്മളെ പ്രാപ്തരാക്കുക. ഇപ്പൊ സഫറിങ്സ് എന്ന് പറയുന്ന ട്രെയിനിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും അത് ദൈവം തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കും. റോമാലേഖനം 8-28 എന്താണ് വായിക്കുന്നത്? അതെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, കോളിംഗ് ഉള്ളവർക്ക് എന്താ എഴുതിയിരിക്കുന്നത്? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഏതാണ്ട് ഒരു ഇന്നേക്കൊരു 97 വരെ ഞാൻ പിറുപിറുത്തോണ്ട് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ദൈവത്തോട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഒരു കാര്യം. കാരണം എൻ്റെ 3.5 വയസ്സായപ്പോൾ എൻ്റെ 2 കാലും പോളിയോ വന്ന് വളഞ്ഞുപോയി.
അപ്പോൾ നടക്കുമ്പം എൻ്റെ കാല് ഇടയ്ക്കിടയ്ക്ക് ഡിസ്ലൊക്കേഷൻ ആവും. ഭയങ്കര വേദനയാണ്, എനിക്ക് സഹിക്കാവുന്നതിലധികമായ വേദനയും. അപ്പോൾ ഞാൻ അതങ്ങനെ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് നീ ഇങ്ങനെ വൈകല്യമുള്ളവനായി എന്നെ സൃഷ്ടിച്ചു, 2 അവയവമില്ലാത്തവനായി സൃഷ്ടിച്ചു? സ്തോത്രം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ദൈവത്തോട് ഞാൻ സങ്കടപ്പെട്ട സമയങ്ങളുണ്ട്. പക്ഷെ കണ്ണൂരിൽ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. സ്തോത്രം. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇടിയുടെ ഈ ബസ്സിന്റെ സ്റ്റീറിങ്ങും വീലുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ട് വലത്തോട്ട് ആ വണ്ടി തിരിഞ്ഞിട്ട് പിന്നെ ഇടത്തോട്ട് കിട്ടിയില്ല. ഒരു കരിങ്കൽ മതിൽ ഇടിച്ച് വണ്ടി തലകീഴായി മറിഞ്ഞു. ഞാൻ തലകീഴായി വണ്ടിയുടെ ആ ഷട്ടറിനുള്ളിൽ നിന്ന് വെളിയിൽ വന്നു. അതിനു മുമ്പ് ഇടിയുടെ ആഘാതത്താൽ എൻ്റെ 2 മുട്ടും ആ ഫ്രണ്ടിലുള്ള സീറ്റിന്റെ ഇരുമ്പ് റാഡയിൽ ഇടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി കാല് 2 വളഞ്ഞകത്തു പോയി. സ്തോത്രം. ലിഗമെന്റ് പൊട്ടി. പക്ഷേ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഏറെക്കുറെ ഒരാശ്വാസമായി മിനിസ്ട്രിക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു സയന്റിസ്റ്റിന്റെ വീട്ടിൽ ഞാൻ താമസിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം എന്നെ ഓവറോൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഷാജി, ഈ 3.5 വയസ്സിൽ ദൈവം ഇത് വളച്ചിട്ടോണ്ടാണ് നിനക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഈ ഇടിയുടെ ആഘാതത്താൽ ഈ 2 ചിരട്ടയും പൊട്ടിപ്പോകാഞ്ഞത്. ക്വിക്ക് ആക്ഷനിൽ ഇത് വളഞ്ഞങ്ങ് പോയി. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമേ ക്ഷമിക്കണേ, ഞാനൊരു മണ്ടനായി പോയി. ഇങ്ങനെ ഒരു സംഭവം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാമായി, നിശ്ചയമായി. അപ്പോൾ 2 ചിരട്ടയും പൊടിഞ്ഞു പോയേനെ ഈ ഇടിയുടെ ആഘാതത്താൽ. അപ്പോൾ ഓർത്തിരിക്കണം, 1 കൊരിന്ത്യർ 2:9 അതിനോട് ചേർത്ത് വായിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സഹോദരങ്ങളെ, ആരംഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, റോമർ 8:28 കണ്ടു. എന്താണ്? അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും, ഒരു കാര്യമല്ല സകലതും. ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയിൽ വരുന്നു, പക്ഷെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നന്മയ്ക്കാണെന്ന് നിങ്ങളുടെ അധരം തുറന്ന് പറയണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം, നന്ദിയോടെ സ്തോത്രം ചെയ്യണം. റൈറ്റ്? ആമേൻ. ഒരിക്കലും ഒരു രാജാവും ഭൃത്യനും കൂടെ വേട്ടയ്ക്ക് പോയ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭക്തനായ മന്ത്രി എന്ത് ഫേസ് ചെയ്താലും പറയും നന്മയ്ക്കാ. തനിക്കൊരു പ്രയാസം വന്നാൽ, ഒരു നഷ്ടം വന്നാൽ, ഒരു വേദന വന്നാൽ എല്ലാം നന്മയ്ക്കാണ്. വേട്ട തേടി പോകുമ്പോൾ രാജാവിൻ ഇങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി താൻ അമ്പ് ചെയ്ത് ചെയ്യാനായിട്ട് അത് ഒരുങ്ങി എയ്തു കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ തൻ്റെ കുഞ്ഞുവിരലിൽ ആ അസ്ത്രം എങ്ങനെയോ ടച്ച് ചെയ്ത് ആ വിരലിന്റെ ഭാഗം അറ്റുപോയി. ഇത് കണ്ട രാജഭൃത്യൻ പറയുകയാണ്, രാജാവേ, ഇത് നന്മയ്ക്കാണ്. ക്ഷിപ്രകോപിയായ രാജാവ് ആ മന്ത്രിയെ എടുത്ത് ആ ഒരു കാട്ടിന്റെ താഴേക്ക് വലിച്ചെറിഞ്ഞു. ചെന്ന് വീണത് ഒരു കുഴിക്കകത്ത. ആ വീണ കുഴിക്കകത്ത് കിടന്നുകൊണ്ട് രാജഭൃത്യൻ, ഭക്തനായ രാജഭൃത്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രഭോ, ഇത് നന്മയ്ക്കാ. സ്തോത്രം. രാജാവ് വേട്ട തേടി ഉൾവനത്തിലേക്ക് ചെന്നപ്പോൾ കാട്ടുജാതിക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവരെ കെട്ടിവരിഞ്ഞ് അവരുടെ കാട്ടുരാജാവിന്റെ കയ്യിൽ കൊണ്ടുചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇവനെ നമുക്ക് കുരുതി കഴിക്കാം, പക്ഷേ ഊനമുണ്ടോ എന്ന് പരിശോധിക്കണം. ആമേൻ. ഊനമുണ്ടോ എന്ന് പരിശോധിക്കണം. പരിശോധിച്ചപ്പോൾ വിരലിന്റെ അഗ്രമില്ല. രാജാവേ, ഇവനെ കൊള്ളത്തില്ല, ഊനമുണ്ട്. പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവനെ അഴിച്ചു വിട്ടേരെ. അങ്ങനെ പ്രാണൻ രക്ഷപ്പെട്ടു വരുമ്പോൾ വരുന്ന വഴിക്കാണ് ഓർത്തത് രാജഭൃത്യൻ പറഞ്ഞ വാക്ക്, ഇത് നന്മയ്ക്കാണ്. പാവപ്പെട്ട ആ ഭക്തനായ മനുഷ്യനെ കുഴിയിൽ വലിച്ചെറിഞ്ഞത് കണ്ടിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഓടിച്ചെന്ന് വളരെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കയറ്റി മാപ്പ് ചോദിച്ചു. രാജാവാണെങ്കിലും പ്രാണൻ രക്ഷപ്പെട്ടപ്പോൾ തൻ്റെ സ്ഥാനമൊന്നും മനസ്സിലാക്കാതെ താൻ ക്ഷമ ചോദിച്ചു. അപ്പോൾ രാജഭൃത്യൻ പറഞ്ഞു, പ്രഭു, അങ്ങ് എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട, കുഴിയിലിട്ടതിൽ അങ്ങ് ദുഃഖിക്കുകയും വേണം. കാരണം രാജാവ്
നടന്ന സ്റ്റോറി പറഞ്ഞപ്പോൾ രാജഭൃത്യം പറഞ്ഞു, പ്രഭു അങ്ങനെ കുഴിയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കെട്ടി അവർ കൊണ്ടുപോകും. ഊനമുള്ള രാജാവിനെ കെട്ടടിച്ചു വിടും, ഊനമുള്ള എന്നെ അവർ കുരുതി കഴിച്ചേനെ. അപ്പൊ ഊനമുള്ള എന്നെ ഊനമില്ലാത്ത എന്നെ എന്ത് ചെയ്തേനെ? അവര് കുരുതി കഴിക്കും. കൈമുറിഞ്ഞ അങ്ങേ അവര് രക്ഷപ്പെടുത്തും. സഹോദരങ്ങളെ, നീ കുഴി വീണാലും നിന്റെ ജീവിതത്തിൽ മുറിവുകൾ ഏറ്റാലും ഉറക്കെ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നോട്ട് ഓൺലി വൺ തിങ്, സകലത് നന്മയ്ക്കായി കൂടിയായിരിക്കും. സകലത് നന്മയ്ക്കായി കൂടി. വചനം പറയുന്നു, അവൻ മനസ്സോടെയോ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ മനസ്സോടെയോ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, 56 സങ്കീർത്തനം 8 വാക്യത്തിൽ നമ്മൾ കാണുന്നത് കണ്ണുനീർ അവന്റെ തുരുത്തിയിൽ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആശ്വാസം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. 39 സങ്കീർത്തനം 12 വാക്യത്തിലും പറയുന്നത്, എൻ്റെ കരച്ചിലിന് അങ്ങയുടെ കാത് തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കണ്ണുനീരിന് കാത് തരണമേ. 126 സങ്കീർത്തനം 5-6 വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കരയാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ, കരഞ്ഞു വിതയ്ക്കാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ, ആമേൻ, സന്തോഷത്തോടെ നിനക്ക് കൊയ്തെടുക്കാനും ഒരു സീസൺ ദൈവം തരും. ഇന്നത്തെ കരച്ചിൽ, കർത്താവ് പറഞ്ഞു, ഇന്ന് കരയുന്ന നിങ്ങൾ ചിരിക്കുന്ന സമയം വരും. അതിനർത്ഥം ചർച്ചുകളിലുള്ള ലാഫിംഗ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഇറങ്ങിയതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നിന്റെ മനസ്സ് ആനന്ദിക്കുവാൻ കർത്താവ് ഒരു അവസരം തരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പരിജ്ഞാനമില്ലാതെ സഭകളിലൊക്കെയും അനാവശ്യമായ പൊട്ടിച്ചിരികളും ബഹളവും നടന്നേച്ച് ആത്മാവിന്റെ പേരിൽ കൂത്തുകാഴ്ച കാണിക്കുന്ന നിരവധി മിനിസ്ട്രി വെസ്റ്റേൺ കൾച്ചറിൽ ഇന്നുണ്ട്. അതിനെയൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. സ്തോത്രം. പാമ്പിനെ കൊണ്ടുവന്ന് കഴുത്തേലിട്ട് ആരാധിക്കുന്ന ജനങ്ങളുണ്ട്. ആമേൻ. അങ്ങനെ വ്യത്യസ്ത രീതികളിലുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ട്. വളരെ ഭയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾക്ക് പഠിച്ചതും പ്രാപിച്ചതും ബോധ്യമായി ലഭിച്ചതുമായ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വിരോധമായി നിങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ വചനവിരുദ്ധമായ ദുരുപദേശത്തിന്റെ എന്തെങ്കിലും പ്രസ്താവനകൾ കേട്ടാൽ അന്നേരെ അതിന് സലാം ഉള്ളിൽ പറഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഈ വിശുദ്ധ ബൈബിൾ എടുത്ത് ധ്യാനിച്ച് നിങ്ങളുടെ ധ്യാനമുറിയിൽ ദൈവവുമായുള്ള കൂട്ടായ്മ ആചരിച്ച് പോയാൽ നിങ്ങളെ കൂടെ മുട്ടുകുത്താൻ ആത്മഭാരമുള്ള നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ആത്മാക്കളെ ദൈവം കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ആത്മാക്കളെ കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സുസന വെസ്ലി ആരംഭിച്ച ആ സൺഡേ സ്കൂൾ, ആമേൻ, തൻ്റെ ഉള്ളത്തിൽ വലിയ ദാഹമുണ്ടായി തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണമെന്ന്. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അയൽവാസികളായ കുഞ്ഞുങ്ങൾ ചിലർ വരാൻ തുടങ്ങി. അയൽവാസികൾ പലരും പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടോട്ടെ. അങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സൺഡേ സ്കൂൾ 300-ലധികം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളായി അത് മാറി. ദൈവത്തിന് സ്തോത്രം. സോ സീറോയിൽ നിങ്ങൾ ആരംഭിക്കുക. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ ആരംഭിക്കുക. ദൈവം അത് നിങ്ങൾ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ വിതച്ചാൽ അത് മുന്നോട്ട് മൂവ് ചെയ്യും. നിങ്ങൾക്ക് വലിയ ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം അവസരങ്ങളെ ഒരുക്കും. നാം ചിന്തിച്ചത് ഇന്ന് നെഹമ്യാവിന്റെ പേരിനോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിന്റെ ആശ്വാസം. യെസ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാളെ രാവിലത്തെ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവത്തിന്റെ ആശ്വാസമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളെ ഒരുമിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഈ ട്രെയിനിങ് ദൈവം നമുക്ക് തന്നത് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ കൊതിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാനും വൈഫും കൂടെ ഈ തരംഗാ സ്ഥലത്ത്, ആസാമിന്റെ ഉൾപ്രദേശത്ത്, ഭൂട്ടാൻ ബോർഡറിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ പോയി. ഒരുപാട് നടന്ന് ഞങ്ങൾ ഉൾസ്ഥലങ്ങളിലേക്ക് പോയ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് എത്തിയപ്പോൾ യേശു എന്ന് പറയുന്ന വാക്ക് അവർ കേട്ടിട്ടില്ല.
ആ ആളിനെ അറിയത്തില്ല. Praise God. കർത്താവിനെ കേട്ടിട്ടില്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത് ഇന്നു മുതൽ പ്രാർത്ഥിക്കാനായി നമ്മൾ സമയം ചെലവഴിക്കണം. അവർക്ക് വേണ്ടി അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ലെറ്റ് us pray for the unreached people. Praise God. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. യെസ്, praise God. ജയ്മോൻ, lead the prayer. We all are going to pray for the unreached place. Enter the world. Praise God. Hallelujah. Thank you, Jesus. I request Jaymon to lead the prayer for the unreached people area. ഒത്തിരി പീപ്പിൾ ഗ്രൂപ്പുകളുണ്ട്, അവിടെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, ഒത്തിരി നീഡുകളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. നാം എസ്പെഷ്യലി പ്രയർ ടവറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന വിഷയം ഇതാണ്. ലോകരാജ്യങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കേണ്ടതിന് വേണ്ടി ഓൺലൈനിലൂടെയും അല്ലാതെയും ആളുകളെ ട്രെയിൻ ചെയ്യുക, അങ്ങനെയുള്ള മിഷണറിമാർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിന് വേണ്ടി എല്ലാവരും തയ്യാറാകട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ചെയ്യും. അമ്മേ, ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്ക്, 51 സന്ദേശം നിങ്ങൾ കേട്ടല്ലോ. മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ഞാൻ 52 ആഴ്ച പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ കണ്ടന്റ് ആണ്. ഇതിലേതെങ്കിലും ഒരു സന്ദേശം നമ്മളിലൂടെ കേട്ടാൽ ഒരുപാട് ജീവിതങ്ങളുടെ മുറിവുകൾ സൗഖ്യമാണ്, ഒരുപാട് പേരുടെ ഹൃദയത്തിന് തണുപ്പുണ്ടാകും, ഒരുപാട് പേർക്ക് ആശ്വാസമുണ്ടാകും. ആകയാൽ നമ്മുടെ വാക്കുകൾ ആശ്വസിപ്പിക്കുന്നതായിരിക്കട്ടെ, ധൈര്യം നൽകുന്നതായിരിക്കട്ടെ. സിനി സിസ്റ്റർ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ കർത്താവ് ലോകത്തിന്റെ പല ഭാഗങ്ങളുള്ള ദൈവമേ ദൈവനാമം ആ ഒരു ഏരിയയിലുള്ളവർക്ക് വേണ്ടിയും കൂടെ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ, പ്ലീസ് കണ്ടിന്യൂ. ആമേൻ. സ്തോത്രം. പാസ്റ്റർ, അപ്പൊ എനിക്ക് എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്താ? സ്തോത്രം, സോറി. ലോകരാജ്യങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത thousands ഓഫ് പ്ലേസുകളുണ്ട്, ലാക്സ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവരുടെ ഇടയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മിഷൻ ട്രിപ്പുകൾ ആവശ്യമാണ് സഹോദരൻ. ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ കേൾക്കണം, അവനെ കണ്ടിട്ടില്ലാത്തവർ കാണണം. ഞാനും നിങ്ങളും അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മയുടെ ഒരംശം നിങ്ങൾ അൺറീച്ചബിളിന് വേണ്ടി മാറ്റിവെക്കണം. സ്തോത്രം. നിങ്ങൾ കുടുംബമായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ നിങ്ങൾ പോകണം. സ്തോത്രം. നിങ്ങൾ അവിടെ വലിയ പ്രവർത്തനങ്ങളൊന്നും ആദ്യം ചെയ്യണ്ട, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സ്ഥലത്തൊന്ന് ചെന്ന് ഒരു ഹോട്ടൽ മുറി എടുത്ത്, സ്തോത്രം, you can travel the cities and pray. You can travel the village and pray. അവിടെ വലിയ വീര്യപ്രവൃത്തികൾ നടക്കും, വലിയ വീര്യപ്രവൃത്തികൾ നടക്കും. സ്തോത്രം. കണ്ണൂരിൽ ഞാൻ ഒരു സ്ഥലത്ത് പരസ്യവും നടത്താൻ എൻ്റെ കൂട്ടുവേലക്കാരുമായി അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞോടി വന്നിട്ട് പറഞ്ഞു, അങ്കിൾ, എനിക്ക് ലങ്ങിന് പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാം. അന്നേരം കുഞ്ഞ് ഹെവി ബ്രീത്തിങ് പ്രോബ്ലത്തിൽ നിൽക്കുക. പരസ്യമായ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, മക്കൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്കിൾ പ്രസംഗിച്ചില്ല യേശു സുഖമാക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ട്, അങ്കിൾ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. സി, ആ വചനം കേട്ടപ്പോൾ കുഞ്ഞിന് വിശ്വാസമായി. സ്തോത്രം. ഞങ്ങള് എല്ലാവരുടെ വട്ടം നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞു കഴിഞ്ഞപ്പോ കുഞ്ഞ് തുള്ളിച്ചാടുക. പറയാ, അങ്കിള് ഇവിടെ എന്തോ ഒന്ന് മാറിപ്പോയി, പൂർണ്ണമായിട്ട് സുഖമായി. എന്നിട്ട് ഈ കുഞ്ഞ് പറയുകയാണ്, അവിടെ വീട്ടിൽ എൻ്റെ ഒരു സഹോദരൻ സിക്ക, അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം, എന്നെ സുഖമാക്കി യേശുപ്പ അവനെ സുഖമാക്കും. ഞങ്ങൾ പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന്
ആ കുഞ്ഞിനും ദൈവസുഖമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ആ വീട്ടിനകത്തൊരു 10-15 പേര് അയൽവാസികളെല്ലാം കൂടി അവരോട് ഗോസ്പൽ ഷെയർ ചെയ്തു. 6-7 പേര് കർത്താവിനെ സമർപ്പിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് പ്രേ, then wait for the proper guidance of the Holy Spirit. So, Sini, പ്രാർത്ഥിച്ചു. Then ജയ്മോൻ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവമേ, കർത്താവിനെ അറിയാത്ത അങ്ങയുടെ നാമം കേൾക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അപ്പ അങ്ങ് ദൈവമേ ആ ജനത്തിന്റെ അടുക്കിലേക്ക് ദൈവമേ ഞങ്ങൾക്ക് ഞങ്ങളാൽ എന്ത് കഴിയുമെന്ന് കർത്താവ് ഞങ്ങൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ മിഷണറിമാരെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം. അപ്പ അങ്ങയുടെ നാമം കേൾക്കാൻ, ആ നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് കർത്താവേ, അങ്ങ് ആരും നശിച്ചു പോവാൻ ആഗ്രഹിക്കുന്നല്ലോ കർത്താവ്. എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചതുപോലെ കർത്താവെ, ആ അൺട്രീച്ച്ഡ് ആയിട്ടുള്ള ദൈവമേ, അത് അങ്ങകളിലേക്ക് കർത്താവെ അറിയാത്തവരെ ദൈവമേ കർത്താവിനെ അറിയാൻ അപ്പൊ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദാസിമാരെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രപ്പ അങ്ങയുടെ നാമം കേട്ട് ദൈവമേ അങ്ങ് അവർ രക്ഷിക്കപ്പെടുവാൻ, ദൈവമേ ആ സ്നേഹം മനസ്സിലാക്കുവാൻ കർത്താവ് അങ്ങയുടെ സ്നേഹത്താൽ ദൈവമേ അവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ ആ വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ദൈവമേ അവിടെ എല്ലായിടത്തും പരിവർത്തിച്ച് കർത്താവെ സ്തോത്രം അവരെ അപ്പൊ ആ കർത്താവിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് ദർശനങ്ങൾ സ്വപ്നങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് സത്യദൈവം എന്ന് അറിയാൻ കർത്താവെ അവർ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പൊ ഞങ്ങൾ ഹല്ലേലൂയ അറിയുന്നില്ല കർത്താവെ, ഹല്ലേലൂയ എത്രയും എല്ലാ സ്ഥലങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ എല്ലാ ഭവനങ്ങളിലും അങ്ങയുടെ സുവിശേഷം എത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പ അങ്ങ് ദൈവമേ സ്തോത്രം ജീവനുള്ള ദൈവത്തെ അങ്ങ് അവരെ അറിയാൻ, രുചിച്ചറിയാൻ, ആ സ്നേഹം മനസ്സിലാക്കാൻ, അങ്ങയുടെ കൃപയിൽ ഇരിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് അനുഗ്രഹിക്കണം കർത്താവെ. ഓരോ ഭാഗത്തും കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തപ്പെടുമ്പോൾ കർത്താവെ യേശുക്രിസ്തു തിരികെ വരുമല്ല കർത്താവെ. അത് അപ്പൊ അങ്ങ് അതിനുവേണ്ടി കാത്തിരിക്കുന്നല്ല കർത്താവെ. ആ സുവിശേഷം എല്ലായിടത്തും എത്തപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ ഭവനത്തിലും ഓരോ കാതുകളിലും അങ്ങയുടെ സുവിശേഷം എത്തപ്പെടട്ടെ കർത്താവെ. ഹല്ലേലൂയ അവർ ആ കർത്താവിനെ സ്വീകരിക്കാൻ കർത്താവെ, രക്ഷിക്കപ്പെടുവാൻ അപ്പൊ എല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജനങ്ങൾ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടട്ടെ കർത്താവ്, കൂട്ടത്തോടെ സ്നാനപ്പെടട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവെ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ്. ഞങ്ങൾ ഒരുപനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ഹല്ലേലൂയ അങ്ങയുടെ തിരുഹിതം നിറവേറ്റപ്പെടുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ കർത്താവെ. ദൈവമൊക്കെ അങ്ങയുടെ നാമം കേൾക്കാത്തവർ അറിയാത്തവർ കർത്താവെ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മിഷണറിമാരെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ അവിടെ എല്ലായിടത്തും ഒക്കെ ഓൾറെഡി ഉള്ള ദൈവം മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവരെ അവിടെ കുടുംബങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രൊട്ടക്ട് ചെയ്യണമേ കർത്താവ്. കുഞ്ഞുങ്ങളുടെ ദൈവമേ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് പ്രൊവൈഡ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ. അങ്ങ് യഹോവ ജയറ കർത്താവെ, മഹത്വത്തിൻ രാജാവ് ദൈവമേ അങ്ങ് ഹല്ലേലൂയ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ. ദൈവമേ അതുപോലെ ദൈവമേ ഓരോ സ്ഥലങ്ങളിലും അപ്പൊ അങ്ങ് മിഷണറിമാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ് കർത്താവെ അങ്ങ് പ്രവർത്തിക്കണം കർത്താവെ. അങ്ങയുടെ ദൈവപ്രവൃത്തി ഓരോ സ്ഥലത്തും അങ്ങ് ഹല്ലേലൂയ അങ്ങ് സ്വർഗ്ഗത്തിനും ഭൂമിയും അങ്ങ് നിർമ്മിച്ച നാഥനാണല്ലോ കർത്താവെ. സ്തോത്രം. അപ്പൊ ഓരോ സ്ഥലത്തും അങ്ങയുടെ സുവിശേഷം എത്തപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഇപ്പോൾ തന്നെ അപ്പൊ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനഹൃദയങ്ങളിലേക്ക് കർത്താവെ അങ്ങയുടെ ആ ദൈവമേ ആ സ്തോത്രം ആഗ്രഹം ദൈവമേ അപ്പ മറ്റുള്ളവരെ ആ സുവിശേഷം അറിയിക്കാനുള്ള വാഞ്ച, അതുപോലെ ആ ദൈവമേ ഹൃദയ ഭാരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. അപ്പൊ ഞങ്ങളിലും കർത്താവെ ഹൃദയഭാരമില്ലാത്തവരുണ്ട് കർത്താവെ. മറ്റുള്ളവർക്ക് വേണ്ടി ആ സുവിശേഷീകരണത്തിന് കർത്താവ് മറ്റുള്ളവരെ അങ്ങയുടെ നാമം അറിയിക്കാൻ കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് മറ്റുള്ളവരെ അങ്ങയുടെ സുവിശേഷം അറിയിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. അപ്പ ഞങ്ങളെ ഒന്ന് കർത്താവെ സ്തോത്രം അങ്ങ് തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. അപ്പ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളും മറ്റുള്ളവരെ ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളുടെ ദൈവമേ മിത്രാദികളെല്ലാം കർത്താവിനെ അറിയാത്തവരുണ്ടല്ലോ കർത്താവരെല്ലാം കർത്താവിനെ അറിയുവാനായിട്ട് ദൈവമേ ഞങ്ങളെ അപ്പ അങ്ങെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഏത് രീതിയിലാണ് കർത്താവെ അങ്ങ് ഞങ്ങളെ കാണിച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ പിതാവെ. ഞങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ കാതുകൾ മുഴുകട്ടെ കർത്താവെ. അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവമേ ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഓരോ രാജ്യങ്ങളുടെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാം സുവിശേഷം എത്തപ്പെടട്ടെ കർത്താവ്. ട്രൈബൽ ദൈവമേ കാടുകളെല്ലാം വസിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അവിടെ എല്ലാം സുവിശേഷം എത്തപ്പെടട്ടെ കർത്താവെ. അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ. അങ്ങയുടെ ഹല്ലേലൂയ ദൈവമേ അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ, അങ്ങയുടെ സ്നേഹം ദൈവമേ അവരിലേക്ക് പാർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മറ്റുള്ളവരെ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെ കർത്താവെ എന്ത് ഞങ്ങളാൽ കഴിയുമെന്ന് കർത്താവ് ഞങ്ങൾ കാണിച്ചു തന്നാൽ ചെയ്യുവാൻ ഞങ്ങളെ ഞങ്ങൾ ഒബീഡിയന്റ് ആയിട്ടിരിക്കാൻ അങ്ങേക്ക് വേണ്ടി അനുസരണമുള്ള മക്കളായി മാറി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. അങ്ങ് ചെയ്യും കർത്താവ്. അങ്ങ് പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദി കർത്താവ്. ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. സ്തോത്രം പ്രാർത്ഥനയായിട്ട് നന്ദി കർത്താവ്. എല്ലാ മാനമൊത്ത കർത്താവ് യേശുവിന് മാത്രം യേശുനാഥങ്ങളെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കപ്പെടുക കേൾക്കണമേ പിതാവേ. ആമേൻ. Praise the Lord, Heavenly Father, Abba. Thank you, Lord Father, for this
beautiful moment, Lord Father. Lord Father, we, your children, Lord Father, onto your feet we place ourselves, Lord Father. Lord, as you have, Lord Father, spoken to us, Lord Father, through the minister, Lord Father. Help us to, Lord Father, in these days, Lord Father, receive your strength, Lord Father, anointing power and the fire of the Holy Spirit, Lord Father. The Lord Father, with the strength, Lord Father, comes responsibility. Lord, help us to, Lord Father, Jesus, Father, Lord, carry our cross daily, Lord Father. Help us to, Lord Father, Jesus, Father, support the true ministers, the ministries of Jesus Christ, Lord Father. Lord, we have nothing to give to you apart from this life that you have granted us, Lord Father. I pray, Lord Father, Jesus, in one accord of the Holy Spirit, Lord Father. Lord, for all the children, Lord Father, who are called, Lord Father, who have the persuasion, Lord Father, who have the compulsion, Lord Father, the mark of Jesus Christ, Lord Father. I pray that, Lord Father, Jesus, Father, Lord Father, you activate each one of us, Lord Father, so that, oh Father, we have a burden for the dying, Lord Father, for the sick, Lord Father, for the poor, Lord Father, Lord Father, until the remotest part of this world, Lord Father. I thank you, Lord Father, for sending your word, Lord Father, ahead of us, Lord Father. About your word be honored, Lord Father. And Lord Father, there be, Lord Father, a revival, Lord Father, a renewal, Lord Father, reawakening, Lord Father. Strengthen us, Lord Father, as we thirst, Lord Father, for, Lord Father, your voice, Lord Father, for your words, Lord Father, about that we could, Lord Father, Lord Father, as Lord Father, Jesus, the seeds falling onto the ground, Lord Father, fall, Lord Father, scattered, Lord Father, till the end of the world, Lord Father, so that we could die, Lord Father, and Lord Father, bear good fruits for you, Lord Father. I pray, Lord Father, for all the ministers, Lord Father, that you have given us, Lord Father, Lord of all, Lord Father, especially, Lord Father, I pray for the pastors, Lord Father, teachers of your law, Lord Father, prophets and prophetesses, Lord Father, evangelists, Lord Father, apostles, Lord Father, their family members, Lord Father. Lord, seal each one of us with your blood, Lord Father, under your feathers, Lord Father. Help us to enjoy your love, warmth, and protection, Lord Father. Lord Father, as William Carey was sent, Lord Father, I pray, Lord Father, Lord Father, Jesus, Father, that Lord Father, when, Lord Father, missionaries, Lord Father, take that leap, Lord Father, Lord Father, help us to, Lord Father, stay behind, Lord Father, and pray for them, Lord Father. I pray for the ministries, Lord Father. I pray, Lord Father, for those, Lord Father, who are in countries, Lord Father, in the world where, Lord Father, there is, Lord Father, extremism, Lord Father, where, Lord Father, there is, Lord Father, Islamist ideologies, Lord Father, where there is atheism, Lord Father, where, Lord Father, people are under the clutches of the devil, Lord Father. Jesus, Lord Father, you break, Lord Father, Jesus, every chain, Lord Father. I pray, Lord Father, make our ministers, your children, Lord Father, fire brands, Lord Father. Thank you, Father, for giving them gifts of the Spirit, Lord Father. Lord, with all the fruits and give the Holy Spirit, Lord Father, to let them shine for you, Lord Father. I thank you, Lord Father, for the anointing, Lord Father. I pray, Lord Father, let none of them, Lord Father, Lord, die in an untimely or unexpected manner, Lord Father. I pray, Lord Father, when they, Lord Father, touch, Lord Father, the sick, Lord Father, Lord Father, they be healed, Lord Father. The demon possessed, Lord Father, be liberated and free, Lord Father. The Lord Father, the poor become prosperous, Lord Father. The barren, Lord Father, become fruitful, Lord Father. I thank you, Lord Father, for Jesus, Father, and making them, Lord Father, wonders, Lord Father, making them, Lord Father, you exploit, Lord Father. Lord, the foreign land, Lord Father, when they leave their family, Lord Father. Lord, when they leave their personal interest, Lord Father. Lord Father, they carry the cross, Lord Father, of Jesus Christ, Lord Father. Lord, give you honor, Lord Father, in this world, Lord Father, and the world to come, Lord Father. I thank you, Lord Father, for filling them with your wisdom, knowledge, and understanding, Lord Father. Lord Father, I pray, Lord Father, let them never, Lord Father, fall into the hands of the uncircumcised, Lord Father. I pray, Lord Father, to the above, Lord Father, with the ring of fire, preserve them from all the plagues and wars and times, Lord Father. Let them never be disheartened, never be discouraged, Lord Father. Lord, in one accord, the Holy Spirit, Lord Father, we pray, Lord Father, for all those who are toiling, Lord Father. I pray for the children, Lord Father. I pray for their respective spouses, Lord Father. Above, Lord Father, with the hardships, Lord Father. Let them taste your goodness, Lord Father. Let them see, Lord Father, Lord, your considerations, Lord Father. Lord Father, give them daily manna, Lord Father. Lord Father, to eat, Lord Father, to be satisfied, Lord Father, to be content, Lord Father. Lord Father, you are the fountain of living waters, Lord Father. I pray you quench our thirst, Lord Father. Lord Father, I pray, Lord Father, all those who are in love with the developed nations, Lord Father, all those who are earning, Lord Father, above, Lord Father, you give us a burden, Lord Father, that we could be rich towards God, Lord Father, not just support, Lord Father, our minister, Lord Father, who is in, Lord Father, developed countries, Lord Father, but, Lord Father, ministers, Lord Father, who are in, Lord Father, developing countries, Lord Father, Lord Father, ministers, Lord Father, who are, Lord Father, in, Lord Father, hideouts, Lord Father, Lord Father, in, Lord Father,
countries where, Lord Father, Sharia law is, Lord Father, activated, Lord Father. I pray, Lord Father, where atheism is, Lord Father, Lord Father, help us to, Lord Father, adopt such ministers, Lord Father, Lord, their ministries, Lord Father, and Lord Father, not just give tithes, Lord Father, but inheritances, Lord Father, supporting them, Lord Father. I thank you, Lord Father, for, Lord Father, Jesus, blessing each one of us, Lord Father. Lord Father, your children, Lord Father, Lord Father, have, Lord Father, left their families, Lord Father, about, Lord Father, their children, Lord Father, their personal motives, Lord Father, Lord, ambitions, Lord Father, aims, Lord Father, Lord, that they could carry the cross, Lord Father, but they could, Lord Father, Lord Father, spread the good news, Lord Father, to receive a reward, Lord Father, that, Lord Father, nobody can take away from them, Lord Father. Abba, help them, Lord Father. Indeed, help us, Lord Father, to lose everything, Lord Father, that we can lose, Lord Father, but we could, Lord Father, win Christ, Lord Father, win, Lord Father, Jesus Christ, and be established in your kingdom, Lord Father. I thank you, Jesus, Lord Father, for, Lord Father, Lord, the Lord Father, word of God, Lord Father, be pleased to them, Lord Father. Lord, as the harvest is ready, Lord Father, we need, Lord Father, your harvest, Lord Father. We need your children, Lord Father. Abba, have mercy on them, Lord Father. Lord, protect them, Lord Father. Lord, provide, Lord Father. Cater to their needs, Lord Father. Lord, Father, Jesus, Father, there's nobody, Lord Father, in this planet, Lord Father. Lord, Lord Father, apart from you, Lord Father. Lord, Father, do not leave us, Lord Father. Lord, Father, Jesus, Father, help us, Lord Father, to be sanctified, Lord Father. Lord, Father, Jesus, Father. Lord, Father, purified, Lord Father. And Lord, Father, Jesus, Father, when you come in, Lord, glory, Lord Father, we be glorified, Lord Father, as you are, Lord Father, and be with you, Lord Father. I pray, Lord Father, all the challenges, Lord, they face, Lord Father, day-to-day life, Lord Father. Lord, I ask in your name, Lord Father, make, Lord Father, their paths, Lord Father, straighten, Lord Father. I pray, Lord Father, break, Lord Father, the bondage, Lord Father, Lord, the rule, the authority of the devil, Lord Father, in, Lord Father, the areas they are living, Lord Father. Lord, when they step into households, Lord Father, Lord, I ask in your name, Lord Father, Jesus, Lord Father, all the bonds be broken, Lord Father. Lord Father, all the chains of darkness, Lord Father, be devoured, Lord Father, by your power, by your spirit, Lord Father. I ask in Jesus' name, Lord Father. I thank you, Lord Father, for doing that much, Lord Father. I pray for Pastor D, Lord Father. I thank you, Lord Father, for the vision that you've given him, Lord Father. Lord, I pray, Lord Father, Lord, if we go back to the dust, Lord Father, where we came from, there's no glory for you, Lord Father. Lord, every minister, Lord Father, oh, Lord Father, who faithfully serves you, Lord Father. Lord Father, known and unknown to us, Lord Father. I pray that live a long life, Lord Father. The purposes, the aims, Lord Father, that you have set for Lord Father, that you have set, Lord Father, Lord Father, be fulfilled in your name, I ask, Lord Father. I thank you, Lord Father, for doing that, Lord Father. I thank you, Lord Father, for, Lord Father, not considering the servants as sins, Lord Father, and blessing them, Lord Father. Lord, give them, Lord Father, Lord, 100 times blessings, Lord Father, more than what you have given me, Lord Father. I thank you for doing that, Master, Lord Father. Sanctify us with your blood, Lord Father, with your word, Lord Father. Make us holy as thou art holy, righteous, perfect, and just, Lord Father. Bless, Lord Father, the governments, Lord Father. Bless the governments under, Lord Father, they are subjected to, Lord Father. Bless, Lord Father, Jesus, the laws of the country, Lord Father. Lord, the areas, Lord Father, Jesus, about the ministers, Lord Father, the council members, Lord Father. Lord Father, as you, Lord Father, put in the heart of the kings, Lord Father. About, Lord Father, let them, Lord Father, Jesus, Lord Father, Lord, the laws, Lord Father, be, Lord Father, favorable, Lord Father, so that the Christianity would be spread, Lord Father. I thank you, Lord Father, for doing that, Lord Father. In Jesus' name I pray. Amen. അമേൻ 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 പ്രൈസ് ഗോഡ്. ഒരുമിച്ച് വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ആശീർവാദം പറഞ്ഞാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോട് അമേൻ അമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ റിംഗ് ടോൺ യൂട്യൂബ് ചാനൽ ഷാജി മാത്യു ഇടമൺ 40 days എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരും. ആ റിംഗ് ടോൺ ആ ചാനലിനകത്ത് കയറി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും യൂസ് ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ മോർണിംഗിൽ പ്രാർത്ഥനയോടെ അറ്റൻഡ് ചെയ്യാം. God bless you everyone. Amen. Thank you, sir. God bless you. എലിസബത്ത് ഒന്ന് വിളിക്കണേ, ആ മെർലിനെ ഒന്ന് വിളിക്കണേ, മറക്കല്ലേ. ഓക്കെ പാസ്റ്റർ. ഉച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചായിരുന്നു, പക്ഷെ അപ്പൊ സംസാരിക്കാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് വന്നു, കോള് വെച്ചു, പിന്നെ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒക്കുന്നെങ്കിൽ ജേക്കബിനെയും കൂട്ടി ഒന്ന് പോണേ, സമയം ഉണ്ടെങ്കിൽ.
പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അതിന് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുകയാണ്. ഓക്കെ, ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ള സമയമായതുകൊണ്ട് ഡോണ്ട് പോസിബിൾ വറി, അല്ല. ഡോണ്ട് വറി. ഈ ഫ്രൈഡേ സ്കൂൾ അടയ്ക്കും. ഞാൻ ദൈവം അനുവദിച്ചാൽ അത് കഴിയുമ്പോൾ ദൈവം മുഖാന്തരം ഒരുക്കുവാണെങ്കിൽ പോവാം പാസ്റ്ററെ. കട്ട് ചെയ്ത് വിളിക്കാം. ഓക്കെ.